Good afternoon. Good afternoon. Good afternoon. എല്ലാവരും എത്തിയോ? ഇന്നലെ ക്ലാസ്സിൽ കയറിയവരൊക്കെ ആയോ? ഒരു ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 2 തുടങ്ങിയായിരുന്നു അല്ലേ? ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിനകത്ത് ഹോസ്പിറ്റൽ ഓഫ് എയർലി ഇറ ഹോസ്പിറ്റൽസ്, അതിനകത്ത് എത്ര ടൈപ്പ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു? 5 ടൈപ്സ് അല്ലേ? Roman hospital, Arabic hospitals, ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. ഓരോ ഹോസ്പിറ്റൽസ് മൈൻഡ് ചെയ്താ പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് നമ്മള് ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജസിലേക്ക് വന്നു. അവിടെ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റല് എങ്ങനെയാണ്? മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്തു അല്ലെ? യൂറോപ്പില് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്തു മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും കൂടി. എന്തുകൊണ്ട്? അതിന്റെ 2 റീസൺ ആണ് അവിടെ പറയുന്നത് അല്ലെ? എന്താണ്? ഫസ്റ്റ് വൺ പറയുന്നത് എല്ലാ ടൗണിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യാനായിട്ട് പോപ്പ് ഇന്നസെന്റ് 3 അദ്ദേഹം ഉപദേശിക്കുകയും അതിനുവേണ്ട പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തു. അത് ഒരു ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ ഒരു കാരണമാണ്. പിന്നെ രണ്ടാമത്തെയാണ് ക്രൂസൈഡേഴ്സ്, കുരിശുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തിലുണ്ടായ അധിക വരുമാനം യൂറോപ്പില് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള മറ്റൊരു റീസൺ ആയിട്ടാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ റീനൈൻസസ് ഏജ്. റീനൈൻസസ് എന്താ? റീനൈൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? റീനൈൻസസ് പീരീഡ് നവോത്ഥാന കാലഘട്ടം. റീനൈൻസസ് പീരീഡ് എന്ന് പറഞ്ഞാൽ നവോത്ഥാന കാലഘട്ടം. അത് നോക്കിയേ, 1500 to 1700 AD വരെയാണ് റീനൈൻസസ് പീരീഡ് എന്ന് പറഞ്ഞ റീനൈൻസസ് ഏജ്. The Renaissance period lasted from the 14th to the 16th century. എന്ന 14 മുതൽ 16th century വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടമാണ് റിനൈൻസസ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, towards the end of the 15th century, many cities and towns supported some kind of institutional health care. 15th സെഞ്ചുറിയുടെ എൻഡിൽ അവസാനത്തോടു കൂടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ സ്ഥാപിക്കാനായിട്ട് ധാരാളം സിറ്റീസും ടൗണും ഒക്കെ സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ റിനൈൻസസ് ഏജ് എന്ന് പറയുന്നത് ആ പീരീഡ് 14 to 16th സെഞ്ചുറി വരെയാണ്. അതിൻ്റെ ഉള്ളിലുള്ള കാലഘട്ടമാണ് റിനൈൻസസ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 15th സെഞ്ചുറിയുടെ 15ാം സെഞ്ചുറിയുടെ അവസാനത്തോടു കൂടി അപ്പൊ അവിടെ ധാരാളം ടൗൺസും സിറ്റീസും ഒക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ സ്ഥാപിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്തു. 15th സെഞ്ചുറിയുടെ അവസാനത്തോടു കൂടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ സ്ഥാപിക്കാൻ ധാരാളം സിറ്റീസും ടൗണും ഒക്കെ സപ്പോർട്ട് ചെയ്തു. അത് മാത്രമാണ് റിനൈൻസസ് ഏജിൽ പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ മോഡേൺ പീരീഡിലേക്ക് വരികയാണ്. ആ പീരീഡ് നോക്കിയാൽ 1750 to 1950 AD വരെ ആ ഒരു ടൈമിനാണ് മോഡേൺ പീരീഡ് എന്ന് പറയുന്നത്. മോഡേൺ പീരീഡ്. ദ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ. എന്താ ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ സംയോജിത ആശുപത്രി എന്ന് പറയും മലയാളത്തിൽ. പല ഡിപ്പാർട്ട്മെന്റ്സിനെയും തമ്മിൽ സംയോജിച്ചുകൊണ്ടുള്ള ഒരു ഹോസ്പിറ്റൽ, അതാണ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. സംയോജിത ആശുപത്രി, പല ഡിപ്പാർട്ട്മെന്റിനെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ആശുപത്രിയാണ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക വാസ് ദ പെൻസിൽവാനിയ ഹോസ്പിറ്റൽ. ഇത് എക്സാമിന് ചോദിക്കും കേട്ടോ. ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക ഏതാണ്? ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ഇൻ ഫിലാഡൽഫിയ. ഫിലാഡൽഫിയയിലെ പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ആണ് ആദ്യത്തെ ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ, ആദ്യത്തെ സംയോജിത ആശുപത്രി എന്ന് അറിയപ്പെടുന്നത്. ഇത് വേറെ പെൻസിൽവാനിയ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ബോണ്ടും കൂടി ബിൽഡ് ചെയ്തതാണ്, നിർമ്മിച്ചത്. എന്നാണ് 1751 ഫൗണ്ട് ചെയ്തതാണ് ഈ
പെൻസിൽവാനിയ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അത് അവിടെ പെൻസിൽവാനിയ ഫിലാഡൽഫിയയുടെ സ്ട്രീറ്റിലൂടെ അറിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഈ അഗതികൾക്ക്, സിക്കായിട്ടുള്ളവർക്കും പൂറായിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്ത ഒരു ഹോസ്പിറ്റലാണ് പെൻസിൽവാനിയ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഏതാന്നുള്ള പേര് പഠിക്കുക. പെൻസിൽവാനിയ ഹോസ്പിറ്റൽ എവിടെയായിരുന്നു? ഫിലാഡൽഫിയയിലായിരുന്നു. ഓക്കെ, ഫിലാഡൽഫിയയിലായിരുന്നു പെൻസിൽവാനിയ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് നോക്കിയേ, the massive government involvement in healthcare began in 1926 with the return of war heroes from World War First. ഫസ്റ്റ് വേൾഡ് വാറിലെ ഹീറോസ് ഈ ഗവൺമെന്റിന്റെ കൂടെ ചേർന്നിട്ട് ഒരു ഹെൽത്ത് കെയർ ആരംഭിക്കാൻ വേണ്ടിയിട്ട് 1926 പ്രയത്നിച്ചു. അപ്പൊ ഫസ്റ്റ് വേൾഡ് വാറിലെ ഹീറോസ് ഗവൺമെന്റിന്റെ കൂടെ ചേർന്നിട്ട് 1926 ഒരു ഹെൽത്ത് കെയർ ആരംഭിക്കാൻ വേണ്ടി പ്രയത്നിച്ചു. ഇത് ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കഥ പോലെ നമുക്ക് ഓരോ പീരീഡിലും എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് ഇങ്ങനെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ പീരീഡ് ആണ് അതിനകത്ത് വരുന്ന ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഫിലാഡൽഫിയയില് ഉള്ള പെൻസിൽവേനിയ ഹോസ്പിറ്റലാണ്. അപ്പൊ ആ ടൈമിൽ എന്താ അവിടെ സംഭവിച്ചു? അവിടുത്തെ ഫസ്റ്റ് വേൾഡ് വാറിലെ ഹീറോസ് അവിടെ ഗവൺമെന്റുമായിട്ട് കൂടി ചേർന്നിട്ട് 1926 ഒരു ഹെൽത്ത് കെയർ ആരംഭിക്കാൻ വേണ്ടി പ്രയത്നിച്ചു. ഇനി അടുത്തത് നമ്മൾ കിടക്കുന്നത് ഹോസ്പിറ്റൽ എവല്യൂഷനിലേക്കാണ്. ഇന്ത്യൻ സെനാരിയോ പ്രീ ഇൻഡിപെൻഡൻസിന് മുന്നിലുള്ള കാലഘട്ടം. സെനാരിയോ എന്ന് പറഞ്ഞ രംഗം, ആ ഒരു ടൈമിലുള്ള കാര്യങ്ങളാണ്. ഹോസ്പിറ്റൽ എവല്യൂഷൻ ആണ് പറയുന്നത്. ഇന്നത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരുന്ന വരെയുള്ള ഹോസ്പിറ്റലിന്റെ എവല്യൂഷൻ ആണ് ഇവിടെ പറയുന്നത്. ഹോസ്പിറ്റൽ എവല്യൂഷൻ, ഇന്ത്യൻ സെനാരിയോ, പ്രീ ഇൻഡിപെൻഡൻസ്. അപ്പൊ അതിനകത്ത് നോക്കിയേ, provision of institutional care to the sick was considered as provisional and spiritual by early rulers. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നതെന്ന് നോക്കിയേ, പ്രൊവിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ടു ദ സിക്ക് വാസ് കൺസിഡർഡ് ആസ് എ പ്രൊവിഷണൽ ആൻഡ് സ്പിരിച്വൽ ബൈ ഏർലി റൂളേഴ്സ്. പ്രൊവിഷണൽ ആയിട്ടുള്ളതും അതുപോലെ ഒരു സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ എന്താ, ആത്മീയമായിട്ടുള്ളതും ഒരു വ്യവസ്ഥാപരമായിട്ടുള്ളതും അതുപോലെ ആത്മീയമായിട്ടുള്ള ഒരു സംരക്ഷണമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കേണ്ടത് എന്നാണ് അക്കാലത്തുള്ള ഭരണകർത്താക്കന്മാർ കരുതിയിരുന്നത്. ഓക്കെ, ഒരു വ്യവസ്ഥാപരവും പ്രൊവിഷണലും അതുപോലെ തന്നെ സ്പിരിച്വൽ ആത്മീയമായിട്ടുള്ള ഒരു സംരക്ഷണമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കേണ്ടത് എന്നാണ് അക്കാലത്തെ ഭരണകർത്താക്കന്മാര് കരുതിയിരുന്നത്. ഓക്കെ, provision of institutional care to the sick was considered as a provisional and a spiritual by early rulers. ഇനി അടുത്ത സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് എട്രിയാണ്. Etria, the first Indian physician and teacher who lived in the University of Takshashila. This is who was the first Indian physician and teacher lived in the University of Takshashila. Etria, the first Indian physician and teacher who lived in the University of Takshashila. എട്രിയുടെ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മള് സിശ്രുത ചരക കേട്ടിട്ടുണ്ടോ? സിശ്രുതിനെ കുറിച്ചും ചരകിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? സിശ്രുതനും ചരകിനും ഒക്കെ ഹിസ്റ്ററി പഠിച്ചപ്പോ ഈ വേർഡുകളൊക്കെ പേരുകളൊക്കെ കേട്ടിട്ടുണ്ടോ? സിശ്രുതനെയും ചരകിനെയൊക്കെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? നമ്മളെന്തായാലും പേര് കേട്ടിട്ടുണ്ടല്ലോ. ശുശ്രുതൻ ചരകൻ എന്നുള്ള പേരുകൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് രണ്ടുപേരെ കുറിച്ച് ഒരു ചെറിയൊരു ഇതാ തന്നേക്കുന്ന. സിശ്രുത, ദ ഫാദർ ഓഫ് സർജറി. ഇമ്പോർട്ടന്റ് ആണ്. ഹു ഇസ് ദ ഫാദർ ഓഫ് സർജറി? അത് ഓർത്തിരിക്കാൻ. സിശ്രുതന്റെ ഫസ്റ്റ് ലെറ്റർ എസ്, സർജറിയുടെ ഫസ്റ്റ് ലെറ്റർ എസ്. അപ്പോ അത് മാറിപ്പോരുത്. ദ ഫാദർ ഓഫ് സർജറി ആരാണ്? സിശ്രുത. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ആരെ കുറിച്ചാ പഠിച്ചത്? ഹിപ്പോക്രാറ്റസ് ആരായിരുന്നു? ഫാദർ ഓഫ്, കണ്ടില്ലേ ഇവിടെ? ഫാദർ ഓഫ് മെഡിസിൻ അല്ലെ? ഫാദർ ഓഫ് മെഡിസിൻ ആണ് ഹിപ്പോക്രാറ്റസ്. ഇവിടെ പറഞ്ഞേക്കുന്നത് ഫാദർ ഓഫ് സർജറി. ആരാണ് ഫാദർ ഓഫ് സർജറി?
സിശ്രുത. ഇത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. സർജറിയുടെ ഫസ്റ്റ് ലെറ്റർ എസ്, സിശ്രുതന്റെ ഫസ്റ്റ് ലെറ്റർ എസ്. ഫാദർ ഓഫ് സർജറി ഏത് ഉറക്കത്തിനും പറയണം ആരാണ്? സിശ്രുത. ഓക്കെ, സിശ്രുതയാണ് ഫാദർ ഓഫ് സർജറി. അദ്ദേഹം ഏൻഷ്യന്റ് ഇന്ത്യൻ സർജൻ known for his outstanding operation and technique and for his influential dissertation. Dissertation എന്ന് പറഞ്ഞാൽ എന്താ? പ്രബന്ധം. അദ്ദേഹത്തിന്റെ സിശ്രുതന്റെ പ്രബന്ധമാണ് സിശ്രുത സംഹിത. അതൊന്ന് നോട്ട് ചെയ്തേ. സിശ്രുത സംഹിത. സിശ്രുത സംഹിത. സിശ്രുത സംഹിത. അപ്പോ സിശ്രുത ഫാദർ ഓഫ് സർജറി ആണ്. സിശ്രുത ഇത് നോക്കിയേ, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്ന് പറയുന്നത്? ഹീസ് എ ഏൻഷ്യന്റ് ഇന്ത്യൻ സർജൻ. ഏൻഷ്യന്റ് ഇന്ത്യൻ സർജൻ ആണ്. അദ്ദേഹത്തിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പറേഷൻ ആൻഡ് ടെക്നിക്, അദ്ദേഹത്തിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പറേഷൻ പ്രവർത്തനങ്ങൾ കൊണ്ടും ടെക്നിക്കുകൾ കൊണ്ടും പിന്നെ അതുപോലെ സിശ്രുത സംഹിത എന്ന ഡെസേർട്ടേഷൻ പ്രബന്ധം കൊണ്ടുമാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്ന് പറയുന്നത്. ഫാദർ ഓഫ് സർജറി എന്നറിയപ്പെടാൻ കാരണം അദ്ദേഹത്തിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പറേഷൻ ആൻഡ് ടെക്നിക് ആൻഡ് ഫോർ ഹിസ് ഡെസേർട്ടേഷൻ, ഇൻഫ്ലുവൻഷ്യൽ ഡെസേർട്ടേഷൻ സിശ്രുത സംഹിത എന്ന ഒരു പ്രബന്ധം കൊണ്ടുമാണ് അദ്ദേഹത്തെ സർജറിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ദ മെയിൻ ഒറിജിൻ ഓഫ്, ഇനി നോക്കിയേ, സിശ്രുത സംഹിത എന്ന് പറഞ്ഞാൽ എന്താ? ദ മെയിൻ ഒറിജിൻ ഓഫ് നോളേജ് അബൌട്ട് സർജറി ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. സർജറിനെ കുറിച്ചുള്ള ഒരു നോളേജ് തരുന്ന ഒരു ടെക്സ്റ്റ് ആണ് ഇത് സിശ്രുത സംഹിത എന്ന് പറയുന്നത്. സിശ്രുത സംഹിത. സിശ്രുത സംഹിത എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ തന്നെ പ്രബന്ധങ്ങളിൽ വെച്ച് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ് സിശ്രുത സംഹിത. ഇതിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നോളജ് അബൌട്ട് സർജറി. സർജറിനെ കുറിച്ചുള്ള ആദ്യകാലത്തുള്ള സർജറിയെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ, അതിനെ കുറിച്ചൊരു നോളജ് തരുന്ന ഒരു പ്രബന്ധമാണ്. അതിനകത്ത് നോളജ് തരുന്ന ആധികാരിക ഗ്രന്ഥങ്ങളില് ആദ്യത്തെ ഗ്രന്ഥമാണ് സിശ്രുത സംഹിത എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏകദേശം 300 ശസ്ത്രക്രിയാ രീതികളെ കുറിച്ചും 120 ശസ്ത്രക്രിയ ഉപകരണങ്ങളെ കുറിച്ചും ഒക്കെ ഈ ഒരു ടെക്സ്റ്റില്, ഈ ഒരു പ്രബന്ധത്തില് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. ഫാദർ ഓഫ് സർജറി, രണ്ട് കാര്യങ്ങളും കിട്ടിയില്ലേ? സിശ്രുത സംഹിത എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? അതിനകത്ത് എന്താണ് മെയിൻ? ദ ഒറിജിൻ ഓഫ് നോളജ് അബൌട്ട് ദ സർജറി ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. ഏൻഷ്യന്റ് ഇന്ത്യയിലെ സർജറിയെ കുറിച്ചുള്ള നോളജ് കാര്യങ്ങൾ പറയുന്ന ഒരു പ്രബന്ധമാണ് സിശ്രുത സംഹിത. ഇതില് ഏകദേശം 300ഓളം ശസ്ത്രക്രിയാ രീതികളെ കുറിച്ചും 120ഓളം ശസ്ത്രക്രിയാ ഉപകരണ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചും ഈ ഗ്രന്ഥത്തില് പറയുന്നുണ്ട്. അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്നും അറിയപ്പെടുന്നു. ഇനി നോക്കിയേ, അടുത്താണ് ചരക. ചരക. ഈ ചരക വാസ് ദ വൺ ഓഫ് ദ മെയിൻ കോൺട്രിബ്യൂഷൻ ടു ആയുർവേദ. ആയുർവേദത്തിന് ഒരു പ്രധാന കോൺട്രിബ്യൂഷൻ നൽകിയ ഒരു വ്യക്തിയാണ് ചരക. അതുകൊണ്ട് അദ്ദേഹത്തെ ഫാദർ ഓഫ് ആയുർവേദ എന്നറിയപ്പെടുന്നു. അതൊന്ന് എഴുതി വെച്ച് അവിടെ, ഫാദർ ഓഫ് ആയുർവേദ ചരക. ചരക അദ്ദേഹം ആയുർവേദത്തിന് നല്ല ഒരു കോൺട്രിബ്യൂഷൻ നൽകിയ ഒരു വ്യക്തിയാണ് ചരക. അദ്ദേഹത്തെ ഫാദർ ഓഫ് ആയുർവേദ. അപ്പൊ ചോദിക്കും, ഹു ഇസ് ദ ഫാദർ ഓഫ് ആയുർവേദ? ചരക. അപ്പൊ 3 ഉണ്ട്, മാറിപ്പോയത്. ഫാദർ ഓഫ് മെഡിസിൻ ആരാ? ഹു ഇസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? ഹിപ്പോക്രാറ്റസ്. ഫാദർ ഓഫ് സർജറി? ഫാദർ ഓഫ് ആയുർവേദ? ചരക. ഓക്കെ, ചരക. അദ്ദേഹം ഈ ആയുർവേദത്തിന് തന്നെ വളരെയധികം കോൺട്രിബ്യൂഷൻ നൽകിയ ഒരു വ്യക്തിയാണ്. ഈ ആയുർവേദ എന്ന് പറഞ്ഞ എന്താണ്? എ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്ഡ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. ആയുർവേദ ചികിത്സ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആയുർവേദ മരുന്ന് കഴിക്കുന്നവരുണ്ടോ? ആയുർവേദ മരുന്ന് ആരെങ്കിലും കഴിക്കുന്നവരുണ്ടോ? ആരുമില്ലേ? കഴിക്കാറുണ്ട് അല്ലെ? എന്താ ആയുർവേദം എന്ന് പറഞ്ഞ?
ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആയുർവേദ എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെ ഏറ്റവും ഒരു പുരാതനമായ ഒരു ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം എന്ന് പറയുന്നത്. ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം. എന്താണ് ഈ ആയുർവേദത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആയുർവേദ മീനിങ് ആയുസ്സിന്റെ വേദം എന്നാണ് ആയുർവേദം എന്ന പദത്തിന്റെ അർത്ഥം. ആയുസ്സിന്റെ വേദം എന്താണ്? ആയുർവേദം. ആയുസ്സിന്റെ വേദം ആയുർവേദം. ഇതിനകത്ത് ഈ ആയുർവേദത്തിൽ പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിലുള്ള മനുഷ്യരും അതുപോലെ തന്നെ മറ്റുള്ള സർവ്വചരാചരങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. പഞ്ചഭൂതങ്ങൾ കൊണ്ട്, പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് മനുഷ്യരും മറ്റുള്ള സർവ്വ ചരാചരങ്ങളും ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ് പഞ്ചഭൂതാസിൽ വരുന്നത്? പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാ? എർത്ത്, എയർ, സ്പേസ്, അല്ലെ? എർത്ത്, എയർ, വാട്ടർ, സ്പേസ്, ഫയർ, അല്ലെ? ഭൂമി, വായു, ജലം, ആകാശം, അഗ്നി, ഇതൊക്കെയാണ് പഞ്ചഭൂതാസ് എന്ന് വരുന്നത്. അപ്പൊ ഇതാണ് ശരിക്കും ആ പഞ്ചഭൂതത്തിന്റെ തത്വം എന്ന് പറയുന്നത്. ഈ മനുഷ്യനും മറ്റുള്ള സർവ്വ ചരാചരങ്ങളും ഒക്കെ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. ഇതാണ് ആ ആയുർവേദത്തിന്റെ തന്നെ തത്വം. ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ആയുർവേദത്തിൽ ട്രീറ്റ്മെന്റും അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് ഒരു മനുഷ്യന്റെ ശരീരത്തില് 3 ദോഷങ്ങളാണുള്ളത്. ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് ഹ്യൂമൻ ബോഡിയില് മനുഷ്യന്റെ ശരീരത്തില് 3 ദോഷങ്ങളുണ്ട്. അത് ഏതൊക്കെയാ? വാത, പിത്ത, കഫം. വാദം, പിത്തം, കഫം. അങ്ങനെ 3 ദോഷങ്ങളാണുള്ളത്. വാത, പിത്ത, കഫം. ഈ ദോഷത്തിന്റെ അതിന്റെ ഈ ദോഷത്തിന്റെയും ധാതുവിന്റെയും ഒക്കെ സമഗ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് കൂടുകയോ കുറയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് രോഗം വരുന്നത്, അല്ലെ? അപ്പൊ ഇതിന്റെ 3ന്റെയും ഒരു സമഗ്രമായിട്ടുള്ള അവസ്ഥ, അത് ഓരോന്നും അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുക. ഇത് 3ന്റെയും ഒരു അവസ്ഥയാണ്. അത് 3ഉം സമഗ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആരോഗ്യം എന്ന് ആയുർവേദം പറയുന്നത്. ആരോഗ്യവാനായിട്ടുള്ള ഒരാൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുവാനും അതുപോലെ തന്നെ രോഗിക്ക് രോഗം മാറാനും ഉള്ള ഒരു ഉപാധിയാണ് ആയുർവേദം എന്ന് പറയുന്നത്. അപ്പൊ ആയുർവേദ സിദ്ധാന്തം എന്ന് പറഞ്ഞ ആയുർവേദം എന്ന് പറഞ്ഞ സിസ്റ്റം ഓഫ് മെഡിസിൻ ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ മോർ ദാൻ 3000 years ago. 3000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ രൂപപ്പെട്ട ഒരു ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം എന്ന് പറയുന്നത്. ഈ ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് ഈ എവറിത്തിങ് ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതാസ് കൊണ്ടാണ്. എർത്ത്, സ്പേസ്, എയർ, ഫയർ, വാട്ടർ. അതാണ് പഞ്ചഭൂതാസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ആയുർവേദ സിദ്ധാന്ത പ്രകാരം നമ്മുടെ ഹ്യൂമൻ ബോഡിയില് 3 അവസ്ഥകളാണുള്ളത്. അത് വാത, പിത്ത, കഫം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഈക്വലൈസ് ചെയ്ത് ആണ് പോകുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ഡോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു അളവ് കൂടുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത്, അല്ലെ? ഈ ആയുർവേദ മെഡിസിൻ, ഈ മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? ആയുർവേദ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? നോ സൈഡ് എഫക്ട്സ്. നമുക്ക് വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. സേഫ് ആണ്. നോ സൈഡ് എഫക്ട്സ്. പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനകത്ത് പച്ചമരുന്നുകളൊക്കെ തന്നെയാണ് ഇതിനകത്ത് എന്താണ് നമുക്കത് ട്രീറ്റ്മെന്റ് മെഡിസിൻ ആയിട്ട് കിട്ടുന്നത്, അല്ലെ? തരുന്നത്. ഗുളികകളൊക്കെ അരച്ച് പൊടിയാക്കിയോ കഷായ രൂപത്തിലോ അങ്ങനെയൊക്കെയാണ് ആയുർവേദത്തില് മരുന്നുകൾ തരുന്നത്. ആയുർവേദിക് മെഡിസിൻസ് ആർ ജനറലി സേഫ് ആൻഡ് നോ സൈഡ് എഫക്ട്സ്. സേഫ് ആണ്, വേറെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് ആയുർവേദ എന്നൊന്ന് ഹെഡിങ് കൊടുത്തേ. ഒന്ന് 2 സെന്റൻസ് ഒന്ന് എഴുതി വെച്ചു. ആയുർവേദ, ആയുർവേദ. Ayurveda. Okay. It is a natural system of medicine. It's a
natural system of medicine, natural system of medicine originated, ORGINATED, originated in India, originated in India more than India more than 3,000 years ago, more than 3,000 years ago. It is a natural system of medicine originated in India more than 3,000 years ago. കഴിഞ്ഞ ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതുക. അക്കോർഡിംഗ് ടു ആയുർവേദ, അക്കോർഡിംഗ് ടു ആയുർവേദ, അക്കോർഡിംഗ് ടു ആയുർവേദ, ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് everything is composed of, everything is composed of earth, comma, space, SPACE, earth, comma, space, comma, air, comma, fire and water. According to Ayurveda, everything is composed of earth, space, air, fire and water. It is called പഞ്ചമത മഹാഭൂതാസ് അല്ലെങ്കിൽ പഞ്ചഭൂതാസ് എന്ന് പറയും. പഞ്ചമഹാഭൂതാസ്, പഞ്ച PAN CHA, പഞ്ച, മഹാ MAHA, മഹാഭൂതാസ്, മഹാഭൂതാസ് BHOOTHAS, പഞ്ച മഹാഭൂതാസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, they exist, EXIST, they exist in human body, the human body in they exist in human body in combined, COMBINED, combined form, like Vata, PATHA, Vata, Pitta, PITHA, Pitta, Kapha, KAPHA. They exist in human body in combined form like Vata, Pitta, Kapha. Next point, they are in harmony with each other, harmony, HARMONY, harmony with each other, they are in harmony with each other, they are in harmony with each other, comma, but in human body, one of them is dominating. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഡോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ one of them is dominating and is called as disease. One of them is dominating and is called disease. ഒരെണ്ണം ഏതെങ്കിലും ഇതിനകത്തുനിന്ന് ഡോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഡിസീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, ആയുർവേദിക് മെഡിസിൻസ് ആർ
Ayurvedic medicines are generally safe. Ayurvedic medicines are generally safe and no side effects. Generally safe and no side effects. Safe ആണ്, പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല. ഓക്കെ, ഇത് ഫുള്ള് കാണാതെ പഠിക്കണ്ട, ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നു എന്നുള്ളൂ കേട്ടോ. ആയുർവേദ. അപ്പൊ നമ്മൾ പറഞ്ഞത് ചരകനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ആയുർവേദത്തില് വളരെയധികം കോൺട്രിബ്യൂഷൻ നൽകിയ ഒരാളാണ് ചരക. അല്ലെ, ചരക വാസ് വൺ ഓഫ് ദ മെയിൻ കോൺട്രിബ്യൂഷൻ ടു ആയുർവേദ. ഈ ആയുർവേദം എന്ന് പറഞ്ഞ എന്താണ്? ആയുർവേദ എ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്ഡ് ഇൻ ഏഷ്യൻ ഇന്ത്യ. He is known as the editor of medical treatise named Charaka Samhita. അപ്പൊ അദ്ദേഹം ഈ ചരകന്റെ ടെക്സ്റ്റ് ഏതാ? ചരകൻ എഴുതിയ ടെക്സ്റ്റ് ഏതാ? മെഡിക്കൽ ട്രീറ്റീസ്, പ്രബന്ധം ഏതാണ്? ചരക സംഹിത. ഇനി എന്താ ചരക സംഹിത? വൺ ഓഫ് ദ ബേസിക് ടെക്സ്റ്റ് ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ആയുർവേദ. ഇന്ത്യൻ മെഡിസിനെ കുറിച്ചും ആയുർവേദത്തെ കുറിച്ച് പറയുന്ന ഒരു ടെക്സ്റ്റ് ആണ് ചരക സംഹിത. ചരക സംഹിത എഴുതിയത് ചരകനാണ്. ഫാദർ ഓഫ് ആയുർവേദ എന്നറിയപ്പെടുന്നത് ചരകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സിക്സ്ത് വൺ ക്യാൻ ബി ട്രേസ് ബാക്ക് ടു ബുദ്ധ ആൻഡ് അശോക. ഇനി ആറാമത്തെ എവല്യൂഷൻ ആണ് കേട്ടോ. ഓരോരുത്തരുടെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. അപ്പൊ അടുത്തത് സിക്സ്ത് വൺ ആയിട്ട് പറയുന്നത് ഈ ബുദ്ധന്റെയും അശോകന്റെയും കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്നു. ക്യാൻ ബി ട്രേസ് ബാക്ക് ടു ബുദ്ധ ആൻഡ് അശോക. ബുദ്ധന്റെയും അശോകത്തിന്റെയും കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ, can be traced back to Buddha and Ashoka. The next നോക്കിയേ, seventh one. During Ashoka's reign, principle of hygiene were followed and C-section were performed. Principle of hygiene അശോകന്റെ ടൈമില് ഹൈജീൻ പ്രിൻസിപ്പിളും C-sectionും പെർഫോം ചെയ്തു. എന്താ C-section? C-section സിസേറിയൻ സെക്ഷൻ ആണ് C-section എന്ന് പറയുന്നത് കേട്ടോ. സിസേറിയൻ സെക്ഷൻ ആണ് C-section. സിസേറിയൻ കേട്ടിട്ടില്ലേ? സിസേറിയനിലുള്ള കേട്ടിട്ടില്ലേ? സിസേറിയൻ എന്താ? സർജറി ചെയ്ത് തന്നെ കുട്ടീനെ പുറത്തേക്ക് എടുക്കുന്നത്. ബർത്ത് ഓഫ് ദ സർജിക്കൽ ഡെലിവറി ഓഫ് എ ബേബി ത്രൂ കട്ട് മെയ്ഡ് ഇൻ മദേഴ്സ് അബ്ഡോമിൻ ഓർ ആൻഡ് യൂട്രസ്. അബ്ഡോമിനോ അല്ലെങ്കിൽ യൂട്രസ് ഒക്കെ സർജറി ചെയ്ത് കീറിയിട്ട് സർജറിയിലൂടെ തന്നെ കുട്ടീനെ പുറത്തെടുക്കുന്നതാണ് സിസേറിയൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് C-section ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഹൈജീൻ. ഹൈജീൻ പ്രിൻസിപ്പിൾ ഏതൊക്കെയാണെന്ന് അറിയോ? ഹൈജീൻ പ്രിൻസിപ്പിൾ അതൊന്ന് എഴുതി വെച്ചോടെ. 4 എണ്ണമാണ് പറയുന്നത് ഹൈജീൻ പ്രിൻസിപ്പിൾ. അപ്പൊ അശോകന്റെ കാലഘട്ടത്തില് പ്രിൻസിപ്പിൾ ഹൈജീൻ പ്രിൻസിപ്പിളും C-sectionും അവര് പിന്തുടർന്നു. Principle of hygiene were followed and C-section were performed. Hygiene principle. Anticipation. Pradisha. Anticipation. A-N-T-I-C-I-P-A-T-I-O-N. Anticipation. Recognition. R-E-C-O-G-N-I-T-I-O-N. Recognition. അംഗീകാരം, ഇത് അംഗീകരിക്കുന്നുണ്ട്. Recognition. Next, evaluation. E-V-A-L-U-T-I-O-N. Evaluation. മൂല്യനിർണ്ണയം നടത്തുന്നു. Evaluation. E-V-A-L-U-T-I-O-N. Evaluation. അടുത്താണ് control of. Fourth one ആണ് control of workplace health hazards. Control of workplace health hazards.
ഇത് 4 ഹൈജീനിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഹൈജീൻ പ്രിൻസിപ്പിൾ: ആന്റിസിപ്പേഷൻ, റിക്കഗ്നേഷൻ, വാല്യുവേഷൻ, കൺട്രോൾ ഓഫ് വർക്ക് പ്ലേസ് ഹെൽത്ത് ഹസാർഡ്സ്. ഇത് 4 അപ്പൊ അശോകന്റെ ടൈമില് പ്രിൻസിപ്പിൾ ഓഫ് ഹൈജീൻ ഫോളോ ചെയ്തു. അതുപോലെ സെക്ഷൻ വേർ പെർഫോം. ഇനി അടുത്ത 8ാമത്തെ റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ദ ഇൻഫോം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് വെയർ ബിൽഡ് ബൈ ബുദ്ധാസ്. ഈ ബുദ്ധന്റെ കാലഘട്ടത്തില് ഒരു ഇൻഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശക്തരായിട്ടുള്ളവർക്ക്, ഡെസ്റ്റിറ്റ്യൂട്ട് നിരാലംബര്. ഇൻഫോം ആയിട്ടുള്ളവർക്കും ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളവർക്കും ബുദ്ധന്റെ കാലത്ത് ഒരു റീജിയണൽ ഹോസ്പിറ്റൽസ് ബിൽഡ് ചെയ്തു. Regional hospitals for the infirm and destitute were built by Buddhas. ബുദ്ധന്റെ കാലഘട്ടത്തില് ഇൻഫോം ആയിട്ടുള്ളവർക്കും ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളവർക്കും വേണ്ടി റീജിയണൽ ഹോസ്പിറ്റൽസ് കൊണ്ടുവന്നു. ഇനി നെക്സ്റ്റ് 9ാമത്തെയാണ് അക്ബർ പീരീഡ്. അക്ബർ പീരീഡ് ആണ് യുനാനി മെഡിസിൻ കൊണ്ടുവന്നത്. അക്ബർ പീരീഡ് യുനാനി മെഡിസിൻ. നമ്മൾ എത്ര ഇത് കഴിഞ്ഞ എവല്യൂഷനെല്ലാം 8 എണ്ണം നമ്മൾ പറഞ്ഞു അല്ലെ. അക്ബർ പീരീഡില് യുനാനി മെഡിസിൻ കൊണ്ടുവന്നു. നോക്കിയൊന്ന് 8 എണ്ണം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. നിങ്ങൾ നോട്ട് കിട്ടിയിട്ട് നിങ്ങൾക്ക് PDF കിട്ടിയായിരുന്നോ? PDF കാണിച്ചു തന്നോ? കിട്ടിയോ? PDF കിട്ടിയായിരുന്നോ? കിട്ടിയല്ലേ? ജസ്റ്റ് ഒന്ന് നോക്ക്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് 9ാമത്തെ എന്താണ് യുനാനി മെഡിസിൻ എന്ന് പറയാം. യുനാനി മെഡിസിൻ. യുനാനി മെഡിസിൻ നമ്മള് ഫസ്റ്റ് ഓരോ കാലഘട്ടത്തില് ഓരോ ടൈമില് സംഭവിച്ച കാര്യങ്ങളാണ് ഇവിടെ എവല്യൂഷൻ ആയിട്ട് കൊടുത്തിരിക്കണേ. ഇതിനകത്ത് വരുന്ന 1 വേർഡ്സുകളൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഫാദർ ഓഫ് മെഡിസിൻ അങ്ങനെയുള്ള അത് ടെക്സ്റ്റ് ഏതാണ്, സിസ്റ്ററിന്റെ ടെക്സ്റ്റ് ഏതാണ്, അല്ലെങ്കിൽ ഏത് കാലഘട്ടമാണ്, അങ്ങനെയുള്ള ജസ്റ്റ് ഇതൊക്കെ നോക്കാം. ഇപ്പൊ നമുക്ക് ആർക്കടെ കാലഘട്ടത്തിലാണ് ഹൈജീൻ പ്രിൻസിപ്പിളും സെക്ഷനും പെർഫോം ചെയ്തത് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോ അശോകന്റെ കാലഘട്ടത്തിലായിരുന്നു അല്ലെ. പിന്നെ റീജിയണൽ ഹോസ്പിറ്റൽസ് ബിൽഡ് ചെയ്തത് ആർക്കടെ കാലഘട്ടത്തിലായിരുന്നു? ബുദ്ധന്റെ കാലഘട്ടത്തിലായിരുന്നു. റീജിയണൽ ഹോസ്പിറ്റൽസ് ഫോർ ഇൻഫോം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളവർക്ക് റീജിയണൽ ഹോസ്പിറ്റൽസ് ബിൽഡ് ചെയ്തത് ബുദ്ധന്റെ കാലഘട്ടത്തിലായിരുന്നു. ഇനി ലാസ്റ്റത്തെയാണ് 9ാമത്തെ അക്ബർ പീരീഡ് യുനാനി മെഡിസിൻ. കേട്ടിട്ടുണ്ടോ യുനാനി ചികിത്സ? യുനാനി ചികിത്സ കേട്ടിട്ടുണ്ടോ? യുനാനി കേട്ടിട്ടുണ്ടോ? യുനാനി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇല്ല. അപ്പൊ അതിനകത്ത് ആദ്യം ഫാദർ ഓഫ് യുനാനി എന്നറിയപ്പെടുന്നത് ഹിപ്പോക്രാറ്റസ് ആണ്. ഹിപ്പോക്രാറ്റസ്, ഫാദർ ഓഫ് യുനാനി മെഡിസിൻ. ഹിപ്പോക്രാറ്റസ് ആണ്. അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് യുനാനി മെഡിസിൻ എന്നറിയപ്പെടുന്നത്. ഹിപ്പോക്രാറ്റസ് ആണ്. അപ്പൊ ഈ യുനാനി മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ നിന്നും വന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി മെഡിസിൻ. ഗ്രീക്കിൽ നിന്നും വന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി മെഡിസിൻ പറയുന്നത്. ഇതിനകത്ത് യുനാനി മെഡിസിൻ യുനാനി ചികിത്സ അനുസരിച്ച് മനുഷ്യ ശരീരത്തില് 4 ദ്രവങ്ങളാണുള്ളത്. യുനാനി ചികിത്സ, യുനാനി രീതി അനുസരിച്ച് മനുഷ്യ ശരീരത്തില് 4 ദ്രവങ്ങളാണുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ രക്തം, കഫം,
പിത്തം, കറുത്ത പിത്തം. ബ്ലഡ്, ഫ്ലം, വൈൻ, ബ്ലാക്ക് ബൈൽ. ഇങ്ങനെ 4 ദ്രവങ്ങളാണുള്ളത് മനുഷ്യ ശരീരത്തില്. ഇതിന്റെ അളവിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വഭാവത്തിലോ എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോഴാണ് ഇപ്പൊ ബ്ലഡിന്റെ അളവ് കൂടുക, കഫത്തിന്റെ അളവ് കുറയുക. അങ്ങനെ ഈ 4 കാര്യങ്ങള് അതിലേതെങ്കിലും ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമ്പോഴാണ് ഇതിനകത്ത് രോഗം ഉണ്ടായെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇതിനകത്ത് എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഈ 4 സംഗതികളും അതിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ഉണ്ടാക്കുന്നത്. അതനുസരിച്ച് രോഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടായതെന്ന് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് ഈ 4 സംഗതികളും ബാലൻസ് ചെയ്യുന്നത് ഈ ട്രീറ്റ്മെന്റില്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ട് കഫത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ അതിന്റെ അളവ് കുറച്ച് ബാലൻസ് ചെയ്യുക. ബ്ലഡിന്റെ അളവ് കൂടുതലാണ് അല്ലെങ്കിൽ ബ്ലഡിന്റെ അളവ് കുറവാണെങ്കിൽ അത് കൂട്ടിയിട്ട് അതിനെ ബാലൻസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ 4 ഇതിനകത്തും അതിൽ നിന്ന് വരുന്ന ഏറ്റക്കുറിച്ചിലാണ് രോഗം ഉണ്ടാക്കുന്നത്. അപ്പൊ അതനുസരിച്ച് രോഗം ആദ്യം എങ്ങനെ ഉണ്ടായി എന്ന് അവർ ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ 4 സംഗതികളും ബാലൻസ് ചെയ്യാൻ വേണ്ടി ചികിത്സിക്കുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി. ഇതിനകത്തും എങ്ങനെയാണ് പച്ചമരുന്നുകൾ തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ മരുന്നുകൾ ഇതുപോലെ ഗുളികയായിട്ടോ അല്ലെങ്കിൽ കഷായ രൂപത്തിലോ ഒക്കെ ആയിട്ട് കൊടുക്കാം. ഈ മരുന്നുകള് കഷായ രൂപത്തിലോ ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ പൊടിച്ച് പൊടിയാക്കിയിട്ട് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്തേ. യുനാനി മെഡിസിൻ, യുനാനി മെഡിസിൻ, യുനാനി മെഡിസിൻ. യുനാനി മെഡിസിൻ ആദ്യം എഴുതാം. ഫാദർ ഓഫ് യുനാനി മെഡിസിൻ, ഫാദർ ഓഫ് യുനാനി മെഡിസിൻ ഹിപ്പോക്രാറ്റസ്. ഹിപ്പോക്രാറ്റസ്. ഗ്രീക്ക് ഫിലോസഫർ ആണ് ഹിപ്പോക്രാറ്റസ്. അതുകൊണ്ട് ഗ്രീക്കിൽ നിന്ന് വന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി. ഗ്രീക്ക് ഫിലോസഫറായ ഹിപ്പോക്രാറ്റസ് ആണ് യുനാനി മെഡിസിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, the system said that 4 components, COM, PON, ENT, 4 components are seen in human body. 4 components are seen in human body. 4 components are seen in human body. System said that 4 components are seen in human body. ഏതൊക്കെയായിരുന്നു? ബ്ലഡ്, phlegm, PHELGM, phlegm, കഫം, PHELGM, phlegm, PHELGM, bile, 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 black bile, BLACK, bile, black bile, കറുത്ത പിത്തം. അപ്പൊ 4 കമ്പോണൻസ് ആണ് ഹ്യൂമൻ ബോഡിയിലുള്ളത്. ഓക്കെ, the fluctuation, FLUCTIONS, ഇതിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ. The fluctuation in its quantity, the fluctuations in its quantity and nature may cause disease. The fluctuation in its quantity and nature may cause disease. Next sentence. It is a branch of medical science. It is a
It is a branch of medical science. It is a branch of medical science that tries, TRIES, to find out, how a person, how a person got affected, with a disease. How a person got affected with a disease. ആദ്യം എങ്ങനെയാണ് ആ രോഗം ഉണ്ടായെന്ന് കണ്ടെത്തുന്നത്. And also tries, TRIES, and also tries to balance the four things above mentioned. അപ്പോ ഇത് 4 കാര്യങ്ങളാണ്. അതിൽ 4ലും എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം തന്നെ അത് എന്തിനാണ് എന്താണ് എന്നുള്ളത് കണ്ടെത്തിയിട്ട് അത് ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, ബാലൻസ് ദ 4 things above mentioned. ഓക്കെ, അപ്പൊ അത്രയാണ് അക്ബർ പീരീഡിൽ യുനാനി മെഡിസിൻ. അപ്പൊ അതിനകത്ത് ഇത് പഠിക്കണ്ട കേട്ടോ. ഇതിപ്പോ തന്നത് ജസ്റ്റ് എന്താണ് യുനാനി മെഡിസിൻ നാളെ ഒരു അവസരത്തില് ഇനി ചോദിക്കുകയാണെങ്കിൽ അറിയില്ല എന്നുള്ളത് വരരുത്. അതുകൊണ്ട് ജസ്റ്റ് ഒരു നോട്ട്, റഫ് നോട്ട് പോലെ ഞാൻ തന്നതാണ് എന്താന്ന് മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ, ഇത് പാരഗ്രാഫ് ഒന്നും പഠിക്കണ്ട, അത് കണ്ട ആരും പേടിക്കുകയും വേണ്ട. ഓക്കെ, 1 വേർഡ്സ് ക്വസ്റ്റ്യൻ അല്ലേ വരുന്നുള്ളൂ. അപ്പൊ അക്ബർ പീരീഡിലാണ് യുനാനി മെഡിസിൻ. ഇനി in which period the Unani medicine introduced? അങ്ങനെ ചോദിക്കുള്ള എക്സാമിന്. In which period the Unani medicine introduced? ഏത് പീരീഡിലായിരുന്നു? ആർക്കടെ കാലഘട്ടത്തിലായിരുന്നു? അക്ബർ പീരീഡ്. ഫസ്റ്റ് പീരീഡ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ 17th സെഞ്ചുറിയിലേക്ക് വരികയാണ്. 17ാം നൂറ്റാണ്ടിലെ കാലഘട്ടത്തിലേക്ക്. 17th century. Okay, the modern system of medicine by arrival Christian missionaries in South India. Okay, South India Christian missionaries-ന്റെ വരവോടുകൂടി മെഡിസിനിൽ ഒരു ആധുനിക സമ്പ്രദായം വന്നു. സൗത്ത് ഇന്ത്യയില് ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോടുകൂടി മെഡിസിനില് ഒരു പുതിയൊരു മോഡേൺ സിസ്റ്റം, ആധുനിക സമ്പ്രദായം നിലവിൽ വന്നു. സൗത്ത് ഇന്ത്യയില് ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോടുകൂടി ഒരു മെഡിസിനില് ഒരു ആധുനിക സംവിധാനം കൊണ്ടുവന്നു. ഇവിടെ നോക്കി, ഇനി കുറച്ച് ഡേറ്റുകളാണ് ഒന്ന് പഠിച്ചു വെക്കേണ്ടത് നമ്മള്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ 1664. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഹോസ്പിറ്റൽ എന്നാണ് 1664 ഇൻ ചെന്നൈ. ചെന്നൈയില് 1664 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫസ്റ്റ് ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആൻഡ് ഫോർ ഇറ്റ്സ് സോൾജേഴ്സ്, ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? സോൾജേഴ്സിന് വേണ്ടിയിട്ട്. ആൻഡ് ഇൻ 1668 ഫോർ സിവിലിയൻസിന് വേണ്ടിയിട്ട് 1668 ഒരു ഹോസ്പിറ്റൽ, ഈ ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. സോൾജേഴ്സിനും സിവിലിയൻസ് എന്ന് പറഞ്ഞാൽ ആരാ? സാധാരണക്കാര്. സോൾജേഴ്സ് പട്ടാളക്കാർക്കും സാധാരണക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റല് എസ്റ്റാബ്ലിഷ് ചെയ്തു ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അത് എന്നാണെന്ന് നോക്കാം. എസ്റ്റാബ്ലിഷ് ഫസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ 1664 in Chennai for its soldiers and in 1668 for civilians. ഇങ്ങനെ ചോദിക്കാം. The first hospital established by East India Company for soldiers in 1664 is at Dash. എവിടെയായിരുന്നു? 1664 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് എവിടെയായിരുന്നു? സ്ഥലം എവിടെയാ? ചെന്നൈയിലായിരുന്നു. The first hospital established by East India Company for soldiers in 1664 is at
Chennai, and 1668 for civilians. Civiliansന് വേണ്ടിയിട്ട് 68, സോൾജേഴ്സിന് വേണ്ടിയിട്ട് 64. ചെന്നൈയില് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിന്റെ കൺസ്റ്റന്റ് ഗ്രോത്ത് ഡ്യൂറിംഗ് ദ 18th and early 19th century. അതിന്റെ ഒരു സുസ്ഥിരമായ വളർച്ച 18th സെഞ്ചുറിയിലും 19th സെഞ്ചുറിയിലും വന്നു. അപ്പൊ 17th സെഞ്ചുറിയിലെ കാര്യം നമ്മൾ പറഞ്ഞു. അതേ രീതിയിലുള്ള ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനം അതുപോലെ 18th സെഞ്ചുറിയിലും 19th സെഞ്ചുറിയിലും വന്നു. ഇനി ഇവിടെയും ഇതുപോലെ ഒരു രണ്ട് ഇത് പഠിക്കണം. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട ഇൻ 1835 ഫസ്റ്റ് മെഡിക്കൽ കോളേജ്. അപ്പൊ ചോദിക്കാം, ദ ഇയർ ഇൻ വിച്ച് ദ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൽക്കട്ട. ഇയർ ഏതാ? The year in which the first medical college is established in Calcutta. Year enna? 18? Year enna? 18? 1835. നിങ്ങൾ കാണുന്നില്ലേ അവിടെ? ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട ഇൻ 1835. 1835 കൽക്കട്ടയില് ഫസ്റ്റ് മെഡിക്കൽ കോളേജ് വന്നു. ഇനി നോക്കിയേ, മുംബൈയില് 1845 വന്നു. മുംബൈയില് 1845 ആൻഡ് ചെന്നൈയില് 1850 ഫസ്റ്റ് മെഡിക്കൽ കോളേജ് വന്നു. ഇപ്പൊ മൂന്നെണ്ണം നോക്കിയേ. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ടയില് 1835. അപ്പൊ അവിടെ ചോദിക്കാം, ദ ഇയർ ഇൻ വിച്ച് ദ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ മുംബൈ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ മുംബൈ. അപ്പൊ ഇയർ എഴുതണം അവിടെ. 1845 അതും നോക്കാം. കൽക്കട്ടയില് 1835 1845 മുംബൈയിലും ചെന്നൈയില് 1850 ഫസ്റ്റ് മെഡിക്കൽ കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ നോക്കിയേ, ഇൻ 1885 1250 hospital and dispensary, only reaching the 10% of population. പോപ്പുലേഷന്റെ ജനസംഖ്യയുടെ 10% എത്തുന്ന രീതിയിൽ ഹോസ്പിറ്റൽസും ഡിസ്പെൻസറീസും 1885 നിലവിൽ വന്നു. ഓക്കെ, അവിടെ എത്ര ഹോസ്പിറ്റൽ? 1250 ഹോസ്പിറ്റൽ, 1250 ഹോസ്പിറ്റൽസ് വന്നു. ജനസംഖ്യയുടെ പോപ്പുലേഷന്റെ 10% എത്തുന്ന രീതിയിൽ 1885 1250 ഹോസ്പിറ്റൽസും ഡിസ്പെൻസറീസും നിലവിൽ വന്നു. അത്രയാണ് 17th സെഞ്ചുറിയിൽ പറയുന്നത്. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി ഉള്ളൂ. ഇത് അതിന്റെ റേഷ്യൂസ് ആണ്. അതൊന്ന് ജസ്റ്റ് നോക്കാം. എമർജൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡൻസ് ഇൻ ഇന്ത്യ. ഇതിനകത്ത് അവിടെ റേഷ്യൂസ് പറയുന്നത്. ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ എത്രയാണ്? 1:4000 ആണ്. ഒരു ബെഡിന് പോപ്പുലേഷൻ 4000 പോപ്പുലേഷന് ഒരു ബെഡ്. അതാണ് ആ റേഷ്യോ ആണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ 1:4000. Doctor to population ratio 1:6300. Nurse to population ratio 1:40,000. Dispensaries in facilities in urban and rural. Disparities, വ്യത്യാസം വന്നു. ഫെസിലിറ്റികൾ നമ്മുടെ അർബൻ ഏരിയയിലും റൂറൽ പ്രദേശത്തിലുള്ള ഫെസിലിറ്റീസില് വ്യത്യാസം വന്നു അല്ലെ? നമ്മുടെ ഗ്രാമപ്രദേശത്തുള്ള ഹോസ്പിറ്റൽ പോലെയാണോ നഗരങ്ങളിലുള്ളത്? അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും വ്യത്യാസമല്ലേ? ഫെസിലിറ്റീസിൽ വ്യത്യാസമല്ലേ? വ്യത്യാസമല്ലേ? അറ്റ് ഇൻഡിപെൻഡൻസ്. ഇനി നോക്കി, ഇൻഡിപെൻഡൻസ് ആയപ്പോഴത്തേക്കും 11,000 ഹോസ്പിറ്റൽ ബെഡ്സ് ആൻഡ് 7,400 ഹോസ്പിറ്റൽസ് എമർജ് ചെയ്തു. അറ്റ് ഇൻഡിപെൻഡൻസ് 11,000 ഹോസ്പിറ്റൽ ബെഡ്സും 7,400 ഹോസ്പിറ്റൽസും വന്നു. ഇത് നോക്കിയേ, ലാസ്റ്റ് പാസ്റ്റ് 15 years, ഈ ഒരു കഴിഞ്ഞ ഒരു 50 വർഷമായിട്ട് കൺസെപ്റ്റ് ഓഫ് ടുഡേസ് ഹോസ്പിറ്റൽ, ഇന്നത്തെ ഒരു ഹോസ്പിറ്റൽ എന്ന ഒരു കൺസെപ്റ്റിലേക്ക് നിലവിൽ വന്നു. ഓക്കെ, സിൻസ് ദ പാസ്റ്റ് 15 years, ഒരു 50 വർഷമായിട്ട് നമ്മൾ ഇന്നത്തെ ടുഡേസ് ഹോസ്പിറ്റൽ എന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഹിസ്റ്ററിയിൽ പറയുന്നത്. ഇത് നമ്മൾ ഹിസ്റ്ററി ഇത് വായിച്ച് ജസ്റ്റ് ഒന്ന് ഓരോ കാലഘട്ടത്തിലും ഓരോ സെഞ്ചുറിയിലും അല്ലെങ്കിൽ ഓരോ അക്ബർ പീരീഡ് അങ്ങനെയുള്ള ആ പീരീഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത്, ജസ്റ്റ് ഡേറ്റുകൾ, ഫസ്റ്റ് മെഡിക്കൽ കോളേജ് വന്നത് എവിടെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്.
അപ്പൊ പിന്നെ നമ്മള് ഏതാണ് ഹോസ്പിറ്റൽ എവല്യൂഷനില് അതിനകത്ത് ഓരോ നോക്കുക, ശുശ്രുത, ചരക, ഓരോ കാലഘട്ട അശോക കാലഘട്ടങ്ങളിലൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പ്രിന്റഡ് നോട്ട് ഉണ്ടല്ലോ. അപ്പൊ ഹിസ്റ്ററിയിൽ നിന്നൊന്നും അധികം ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നില്ല. നമ്മൾ ചാപ്റ്ററിലേക്ക് വരാൻ പോകേ ഉള്ളൂ. അപ്പൊ അതിനു മുന്നേ നമ്മൾ എങ്ങനെയാണ് ഇന്നത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തപ്പെട്ടത് എന്നുള്ളൊരു ഇതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിൽ ഉൾപ്പെട്ടത് കൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒഴിവാക്കാനും പറ്റില്ല. അപ്പൊ ഇതിൽ നിന്നുള്ളത് പ്രിന്റഡ് നോട്ട് നോക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ഒക്കെ ഇതിനകത്താണെങ്കിലും ആ ഇയർ മാത്രം നമുക്ക് അങ്ങനെ ചോദിക്കാനുള്ള ഇത് വന്നിട്ടുള്ളൂ. പ്രീവിയസ് ഇയറിൽ അങ്ങനെയാ ചോദിച്ചു കണ്ടേക്കണേ. ദി ഇയർ ഇൻ വിച്ച് ദ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൽക്കട്ട, അല്ലെങ്കിൽ ദി ഇയർ ഇൻ വിച്ച് ദ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ മുംബൈ. അതിന്റെ ഇയർ നോക്കുക. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇന്ന് നമുക്ക് ഇത് കഴിഞ്ഞു. 1-2 ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എഴുതിപ്പോ ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതാം. ഞാനിപ്പോ എങ്ങനെയാ വെച്ചാൽ ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ട് അതുപോലെ ഇപ്പൊ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിൽ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടി തരാം. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോയാൽ മതി. ഓക്കെ, ജസ്റ്റ് ഒരു 2-3 നമുക്ക് എഴുതിക്കോ കേട്ടോ. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ നമ്മള് ഇപ്പൊ ഓരോ ക്ലാസ്സും കഴിയുമ്പോഴും അതിന്റെ ഇൻട്രൊഡക്ഷൻ ഇട്ടിട്ടില്ല. അത് ഞാനിപ്പോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹിസ്റ്ററി മുതലാണ് ക്വസ്റ്റ്യൻസ് 5. ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ PDF ആയിട്ട് 5 ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് കിട്ടിയില്ലേ? നിങ്ങക്ക് 5 ക്വസ്റ്റ്യൻ കിട്ടിയില്ലായിരുന്നോ? കിട്ടിയായിരുന്നോ? ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓരോ ടീച്ചേഴ്സും ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ പിറ്റേ ദിവസം തന്നെ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നാളെ തന്നെ നമുക്ക് PDF ആയിട്ട് 5 ക്വസ്റ്റ്യൻ കിട്ടും. അതപ്പോ നിങ്ങൾ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്ത് തന്നെ അതിന്റെ ഒപ്പം തന്നെ ആ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നോക്കി പോവുക. ഇനി അത് കൂടാതെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസും നമുക്ക് എഴുതി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പുതിയ ചാപ്റ്ററിലേക്ക് പോയാൽ മതി. ഓക്കെ, ഒന്ന് 2 ക്വസ്റ്റ്യൻസ് എഴുതിക്കോട്ടോ. ഓക്കെ, എഴുതാം. The hospitals, comma hostels, HOSTELS, hostels and hotel, the hospital, hostel, hotel and hospice. 4 words ആണ് നമ്മൾ പറഞ്ഞത്. And hospice, HOSPICE, are derived from derived, DERIVED, derived from Latin word dash. ഏത് ലാറ്റിൻ വേർഡ് ഇതാണ് ഡിറൈവ് ചെയ്തേ? hospice, hospice, HOSPES, hospice, hospice. Okay, next question. Hospice. The hospital, hostel, hotel and hospice are derived from Latin word hospice. Next, what is the meaning of Latin word hospice? What is the meaning of Latin word hospice? എന്തായിരുന്നു മീനിങ്? guest or visitor. ഗസ്റ്റ് ഓർ വിസിറ്റർ. അപ്പൊ ഓപ്ഷൻ നോക്കാം കേട്ടോ. നിങ്ങൾക്ക് അതിനകത്ത് ഓപ്ഷൻ നോക്കിയിട്ട് എഴുതാം. ഗസ്റ്റ് എന്നാണ് കറക്റ്റ് ആൻസർ എടുക്കുന്നത്. ഈ ഗസ്റ്റ് എന്ന് എഴുതാം. വിസിറ്റർ ആണ് ഓപ്ഷൻസിൽ വന്നെങ്കിൽ വിസിറ്റർ എഴുതാം കേട്ടോ. ഗസ്റ്റ് ഓർ വിസിറ്റർ. നെക്സ്റ്റ്, ഡാഷ്. തേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡാഷ് ആർ institutions providing medical and surgical treatment
for any ill or injured people. ഏതാ institution? Any ill or injured people. ഏതാ institution? Dash are institution providing medical and surgical treatment for any ill or injured people. ഏതാണ്? Hospital. അല്ലേ? Hospitals. ഒരു ക്വസ്റ്റ്യനും കൂടെ എഴുതിക്കോ, ബാക്കി ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതാം കേട്ടോ. What is the full form of WHO? What is the full form of WHO? അല്ലെങ്കിൽ ചോദിക്കാം expand WHO. അങ്ങനെയാണെങ്കിലും expand WHO. എന്താ expanded form എന്ന് പറഞ്ഞ WHO? World Health Organization. Okay, very good. World Health Organization. World Health Organization. Next, നമുക്ക് അടുത്ത ക്ലാസ് എഴുതാം. നമ്മുടെ ക്ലാസ് ഫൈൻഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ഇത് ഹിസ്റ്ററിയും ഇൻട്രൊഡക്ഷൻ ഒക്കെയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് എന്താണ് എന്നുള്ളതൊന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ആ ക്ലാസ് വൈൻഡ് ചെയ്തോട്ടെ. ഇവിടെ നെക്സ്റ്റ് ക്ലാസ് സാർ ഇവിടെ വെയിറ്റിംഗിലാണ് വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, ഇന്നലത്തെ ക്ലാസ്സിന്റെ മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഏതാണ് ഇന്നലത്തെ ക്ലാസ്സിന്റെയാ? മോക്ക് ടെസ്റ്റ് കിട്ടിയില്ലേ നിങ്ങൾക്ക്? കൊടുത്തിട്ടുണ്ടല്ലോ, 5 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.